Hello, good morning students. Today we will see about different structured tools for system analysis and design. Okay, structured SAD. Okay, different tools for structured system analysis and design. Okay. So these are the different tools we are used for structured SAD. One is charting techniques. Other is data flow diagrams and the other is system flow charts. Okay, charting technique എന്നുള്ളത് നമ്മുടെ ഡേറ്റ ഉണ്ടോ, ഈ ഡേറ്റ we are represented using some graphical charts. It may be for comparison, it may be for study purpose. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തഡാണ് ചാർട്ട് എന്നുള്ളത്. സോ ചാർട്ട് ഇസ് എ ഗ്രാഫിക്കൽ മെത്തഡ് ഫോർ റെപ്രസെൻറ്റിംഗ് ഡേറ്റ ഫോർ ഡൂയിങ് അനാലിസിസ് ആൻഡ് കമ്പാരിസൺ. നെക്സ്റ്റ് ഈസ് ഡേറ്റ ഫ്ലോ ഡയഗ്രാം. ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്നുള്ളത് ഒരു സിസ്റ്റത്തിനകത്തേക്കുള്ള ഡേറ്റ ഫ്ലോ. ഇപ്പോൾ ഒരു ഇൻപുട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻപുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻപുട്ടിനകത്ത് നിന്ന് എന്ത് ഡേറ്റയാണ് വി അക്സെപ്റ്റ് ടു ദി സിസ്റ്റം, എന്നിട്ട് ഒരു മൊഡ്യൂളിനകത്ത് നിന്ന് എന്ത് ഡേറ്റയാണ് അടുത്ത മൊഡ്യൂളിലേക്ക് പാസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലോ ഓഫ് ഡേറ്റ. ഇപ്പോൾ ഒരു ഡേറ്റാബേസ് ടേബിളിനകത്ത് നിന്ന് ക്ലാസ് നമ്പർ നെയിം എടുക്കുന്നു, കീബോർഡിനകത്ത് നിന്ന് മാർക്ക് എടുക്കുന്നു, എന്നിട്ട് ഈ രണ്ടും കൂടി അടുത്ത മൊഡ്യൂളിലേക്ക് പാസ് ചെയ്യുന്നത് ക്ലാസ് നമ്പറും നെയിമും മാർക്കും കൂടി എന്ത് ചെയ്യുന്നു, വി ആർ പാസിംഗ് ടു ദി നെക്സ്റ്റ് മൊഡ്യൂൾ. So this means that the data flows from the data flow are class number, name and marks. Okay, so class number and name came from a table, marks came from the input device, and both data are passed towards the next module. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ എന്ത് ചെയ്യും, നമ്മുടെ എന്തെങ്കിലും പ്രോസസ്സിംഗ് നടത്തും. ഇപ്പം മാർക്സ് ഇപ്പോൾ എന്ത് ചെയ്യും, മാർക്സ് ഈസ് മോഡിഫൈഡ് ടു, അല്ലെങ്കിൽ marks is given a moderation of 5 marks. Marks get marks plus 5. എന്നിട്ട് this is passed towards the next module. അപ്പോൾ അതിലേക്ക് എന്ത് പാസ് ചെയ്യുന്നു, ക്ലാസ് നമ്പർ, നെയിം ആൻഡ് ദി മാർക്സ് വിച്ച് ഈസ് മോഡറേറ്റഡ്, അത് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അതാണ് അതിലേക്കുള്ള ഇൻപുട്ട്. അപ്പോൾ ദീസ് ഫ്ലോ ഓഫ് ഡേറ്റ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയഗ്രാംസ് ആണ് ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ് ഉള്ളത്. അത് ഡിഫറെൻറ്റ് ലെവൽസിലും വരയ്ക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു സിംഗിൾ സിസ്റ്റം ഈസ്, ഇഫ് ദി സിസ്റ്റം ഈസ് ഡിനോട്ടഡ് ആസ് എ എൻറ്റിറ്റി, ഫുൾ എൻറ്റിറ്റി, ആൻഡ് ഇൻപുട്സ് ആർ ഷോൺ, ഔട്ട്പുട്സ് ആർ ഷോൺ, അത് പോസിബിൾ ആണ്. അതിപ്പോൾ ഒരു മെയിൻ സിസ്റ്റം ഉണ്ട്, ഈ മെയിൻ സിസ്റ്റത്തിലേക്ക് എന്തെല്ലാം ഡാറ്റ ഇൻപുട്ട് വരുന്നു, എന്ത് ഡാറ്റ ഔട്ട്പുട്ട് വരുന്നു, അത് മാത്രം കാണിച്ചാൽ അത് DFD ആണ്. പക്ഷേ അതെന്താണ്, ഇറ്റ്സ് നോട്ട് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഡീറ്റെയിൽഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഓരോ മൊഡ്യൂളിലേക്കുള്ള ഡാറ്റ ഫ്ലോ കാണിക്കും. വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, വിൽ ബി യൂസിങ് സബ് മൊഡ്യൂൾസ് ഇൻസൈഡ് സബ് മൊഡ്യൂൾസ്. അപ്പോൾ അതിനകത്തുള്ള ഡാറ്റ ഫ്ലോ കാണിക്കും. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ വി ക്യാൻ ഷോ ഇറ്റ് ആസ് ഓൺലി കോണ്ടെക്സ്റ്റ് ഡയഗ്രാം ഓൺലി. അപ്പോൾ അങ്ങനെ DFD ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് ലെവൽസ്. അങ്ങനെ അവയ്ക്ക് താഴേക്ക് അകത്തേക്കുള്ള ലെവൽസ് ആണ് വി കോൾ ഇറ്റ് ആസ് ലെവൽസ് ഓഫ് DFD. പിന്നെ സിസ്റ്റം ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്നുള്ളത് പ്രോഗ്രാം ലോജിക്ക് കാണിക്കുന്നതാണ്. ഡാറ്റ ഫ്ലോ ഡയഗ്രാം മീൻസ് ഡാറ്റ ഫ്ലോ കാണിക്കുക. അതായത് ഈ മൊഡ്യൂളിലേക്ക് ക്ലാസ് നമ്പർ, നെയിം, മാർക്സ് വരുന്നു, ആ ഡാറ്റ ഫ്ലോ കാണിക്കുന്നതാണ് DFD എന്നുള്ളത്. ഫ്ലോ ചാർട്ട് എന്താണ്, ഫ്ലോ ചാർട്ട് മീൻസ് ഗെറ്റ് ദ വാല്യൂ ഓഫ് മാർക്ക് എടുക്കണം. ഡാറ്റാബേസിനകത്തുനിന്ന് ഡാറ്റാബേസ് ഡ്രൈവർ ഉപയോഗിച്ച് ഇനീഷ്യലൈസ് ചെയ്ത് ഡാറ്റാബേസിനകത്ത് നിന്ന് മാർക്ക് എടുത്തു, ഇൻപുട്ട് ഡിവൈസിനകത്ത് നിന്ന് മാർക്ക് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മാർക്സ് ഇസ് ഈക്വൽ ടു മാർക്സ് പ്ലസ് 5 ചെയ്തിട്ട് മാർക്സിൻ്റെ വാല്യൂ 5 ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇറ്റ് ഈസ് പാസ് ടുവേർഡ്സ് നെക്സ്റ്റ്. അപ്പോൾ അങ്ങനെ സിസ്റ്റം ഫ്ലോ ചാർട്ട് മീൻസ് ലോജിക്ക് കാണിക്കുകയാണ്. അതായത് എന്താണ് പ്രോഗ്രാം ലോജിക്, വാട്ട് ഈസ് എ പ്രോഗ്രാം ലോജിക്, ഇറ്റ് ഈസ് ഷോൺ ബൈ എ ഫ്ലോ ചാർട്ട്. ഇപ്പോൾ DFD ആൻഡ് ഫ്ലോ ചാർട്ട് ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക. DFD എന്നുള്ളത് എന്ത് ഡേറ്റയാണ് വരുന്നത്,
what data is coming, that is DFD. ഫ്ലോ ചാർട്ട് എന്താണ്? ഹൗ ഡാറ്റ ഈസ് പ്രോസസ്ഡ്, ഈ ഡാറ്റ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു, യൂസിങ് വിച്ച് ലോജിക് വി ആർ പ്രോസസ്സിങ്. സോ ഡാറ്റ ഫ്ലോ ഡയഗ്രം മീൻസ് വാട്ട് ഈസ് കമ്മിങ്. ഫ്ലോ ചാർട്ട് എന്നാണ് ഹൗ ഇറ്റ് ഈസ് പ്രോസസ്ഡ്. വാട്ടും ഹൗവും എന്നൊരു വാക്കിലാണ് ഡിഫറൻസ് വരിക. വാട്ട് ഡാറ്റ ഈസ് കമ്മിങ് മീൻസ് DFD. How data is coming and processed means flow chart. Okay. Okay, now we will see the charting techniques in detail. So these are the charting techniques. Different charts are available, very simple portion. So charts are graphical or pictorial expression of relationships or movements. Charts inform, compare, emphasize and in some cases predict. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സീക്വൻസ് വരികയാണെങ്കിൽ അടുത്ത സീക്വൻസ് എന്തായിരിക്കും എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാർട്ട്സ് ഇൻഫോം നമ്മൾ ഇൻഫോം ചെയ്യുന്ന കാര്യങ്ങൾ ക്യാൻ ബി എക്സ്പ്രസ് ടു ഇൻഫോം ചെയ്യുന്നു. കമ്പയർ, രണ്ട് ഡാറ്റ സീരീസ് ഉണ്ടെങ്കിൽ ദേ ആർ കമ്പയർഡ്. ഓക്കെ, ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ 1 ഡേ സ്കോറും ടെസ്റ്റ് സ്കോറും കമ്പയർ ചെയ്യണം. ഓക്കെ. എംഫസൈസ് മീൻസ് എന്താണ്? ഏതെങ്കിലും ഒരു ലൈൻ ചാർട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ദി പീക്ക് പെർഫോമൻസ്. ആദ്യം എക്സാമ്പിൾ ആണെങ്കിൽ ഒരു കളിക്കാരൻ ആദ്യത്തെ 10 അല്ലെങ്കിൽ 15 കളികളിൽ ഉള്ള സ്കോറ്, പിന്നെ അയാളുടെ സ്കോറ് കൂടി വരുന്നോ കുറഞ്ഞു വരുന്നോ, അങ്ങനെയുള്ള ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ കമ്പാരിസൺ ആൻഡ് എംഫസൈസിങ്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി ചാർട്ട്, ആ ചാർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ എംഫസൈസ്. ഓക്കെ, ഇപ്പോൾ ഒരു ലൈൻ ചാർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ലൈൻ ചാർട്ടിൻ്റെ ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവും ദാറ്റ് പോയിന്റ് ഈസ് എംഫസൈസ്ഡ്, മീൻസ് ഇറ്റ് ഈസ് ഷോയിങ് ദി ഹയസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എംഫസൈസ് എന്ന് ചെയ്യുക. ഇൻ സം കേസസ് പ്രെഡിക്റ്റ്, അതായത് ഇപ്പോൾ ഒരു സീരീസ് ഇപ്പോൾ ചിലപ്പോൾ അത് ഗ്രോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡീഗ്രേഡിങ് ആയിരിക്കും. അപ്പോൾ ഇറ്റ് ക്യാൻ ബി നെക്സ്റ്റ് എന്ത് വരുന്നത് എന്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വി ക്യാൻ പ്രെഡിക്റ്റ് നെക്സ്റ്റ് ഇയറിലുള്ള. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട്: ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്. എവറിത്തിങ് ഈസ് നോൺ ടു യു. ബാർ ചാർട്ട് എന്താണ്? ബാർ ഷേപ്പുള്ള ചാർട്ടാണ് ബാർ ചാർട്ട് എന്നുള്ളത്. ലൈൻ ചാർട്ട് പോയിന്റ് ലൈൻ വെച്ചിട്ട് വി ആർ ഫോമിങ് ലൈൻസ് ടു ജോയിൻ ദ പോയിന്റ്സ്. പൈ ചാർട്ട് എന്താണ്? ടു ഷോ ദി പെർസെൻറ്റേജ്, അതായത് മൊത്തം പെർസെൻറ്റേജിനകത്ത് ഇത്ര പെർസെൻറ്റേജാണ് മെയിൽ, ഇത്ര പെർസെൻറ്റേജ് ഫീമെയിൽ, അങ്ങനെ കാണിക്കുന്ന ചാർട്ടൊക്കെയാണ് പൈ ചാർട്ട് എന്നുള്ളത്. സ്റ്റെപ്പ് ചാർട്ട് മീൻസ് വി ആർ ഫോമിങ് സ്റ്റെപ്സ്, അതായത് 2 പോയിന്റ് ഉണ്ടെങ്കിൽ ഈ പോയിന്റ് നമ്മൾ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുമ്പോൾ ഇറ്റ് ഷോസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ദെൻ ഗ്രിഡ് ചാർട്ട്, അത് ടേബിൾസ് ആണ്. ദെൻ വി ഹാവ് ഡിസിഷൻ ടേബിൾസ്. ഇതെല്ലാം വി ഹാവ് 9 types of charts. ഓക്കെ, അപ്പോൾ വി ഹാവ് 9 types of charts in charting techniques. So these are the different types of charts. We will see bar chart. Bar chart simple example ആണ്. Okay, it can be used for showing the different values. Bar chart, line chart. Okay, line chart നോക്കുക. ഓക്കെ, 2010 1500, 2011 വേറെ വാല്യൂ വേണം, അത് ബിറ്റ്വീൻ 1500 ആൻഡ് 2000. അപ്പോൾ ഇങ്ങനെയുള്ള അത് സ്കെയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സ്കെയിൽ കുറച്ചുകൂടി ലെസ് ആണെങ്കിൽ വി ക്യാൻ സി എക്സാക്ട് വാല്യൂസ്. അപ്പോൾ ഇത് ലൈൻ ചാർട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചാർട്ടുകളാണ് വി ക്യാൻ സി ദാറ്റ് ഇൻ ദി ഇയേഴ്സ് ഫ്രം 16 ദ റെയിൻ ഈസ് ഇൻക്രീസിങ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടെന്നാണ് വി ക്യാൻ predict that next year it may be something here, some value at here. Okay, അപ്പോൾ അതൊരു ജസ്റ്റ് prediction ആണ്. ഇത് പൈ ചാർട്ടാണ്. പൈ ചാർട്ട് ഷോസ് ദി how much portion in the entire portion, how much was done in this first quarter, second quarter, etc.
Example. Okay, this is step chart. So step chart we can see whether it is increasing or decreasing very clearly. Okay. This is grid chart. We call this as table. System development use chart tables. So this is a table. This is a chart which shows multiple or a lot of things. Serial number one is Arun. Arun has 34 marks for English, 34 marks for physics, 32 marks for chemistry. Likewise, very much information is arranged as a grid, as a chart, and this is what we call as table. Okay, this is grid chart table grid chart. Okay, now we have something called decision tables. Okay, decision tables. Our decision table it helps the programmer or the system analyst to form logic, to create logic. But in the logic program logic is represented as a table in order to convey the logic to the fellow developers. The logic of the program is drawn as a decision table in order to convey the logic to the programmers or the other team members by the system analyst. System analyst undakkunna logic ബാക്കി ടീമിലെ പ്രോഗ്രാമേഴ്സിനും കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത് ഡിസിഷൻ ടേബിൾ. സോ ഇറ്റ് ഇസ് എ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ദി ലോജിക് ഓഫ് എ ഡിസിഷൻ. അത് ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ടാവാം. ഇഫ് ഇങ്ങനെയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ലുക്ക് അറ്റ് റൈറ്റ് സൈഡ്, അവിടെ നിന്ന് വണ്ടികളില്ലെങ്കിൽ ലുക്ക് അറ്റ് ലെഫ്റ്റ് സൈഡ്, അവിടെ നിന്ന് വണ്ടികളില്ലെങ്കിൽ അഗെയിൻ ലുക്ക് അറ്റ് റൈറ്റ് സൈഡ്, ദെൻ ക്രോസ് ദി റോഡ്. അപ്പോൾ മൾട്ടിപ്പിൾ ഡിസിഷൻസ് അവിടെ ആയി. അപ്പോൾ ഒന്നാമത്തെ ഡിസിഷൻ ഫോൾസ് ആണെങ്കിൽ അവിടെ നിന്നു അല്ലേ, ലുക്ക് അറ്റ് ദി റൈറ്റ് സൈഡ് ഇഫ് ദർ ഈസ് വെഹിക്കിൾ. എസ് ആണെങ്കിൽ എന്താണ്, അവിടെ സ്റ്റോപ്പായി. അവിടെ നോ ആണെങ്കിൽ എന്താ, എൽസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ലുക്ക് അറ്റ് ലെഫ്റ്റ് സൈഡ്. അവിടെയും എന്താണ് ഡിസിഷനകത്ത് ട്രൂ ആണെങ്കിൽ അവിടെ സ്റ്റോപ്പായി. അവിടെ ഇല്ലെങ്കിൽ എന്താണ്, വീണ്ടും ലുക്ക് അറ്റ് ദി റൈറ്റ് സൈഡ്, അവിടെ ഇല്ലെങ്കിൽ എന്താണ്, ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഡിസിഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിൾസ് ആണ് ഡിസിഷൻ ടേബിൾസ് ആണ്. അപ്പോൾ സ്പെസിഫൈസ് പോസിബിൾ കണ്ടീഷൻസ് ആൻഡ് ദി റിസൾട്ടിങ് ആക്ഷൻസ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഇപ്പോൾ ചില സമയത്ത് എന്തായിരിക്കും, ടു ഫൈൻഡ് ഔട്ട് ദി ഗ്രേഡ് ഓഫ് എ സ്റ്റുഡൻറ്റ്, A+A, B+B എന്നുള്ള ഗ്രേഡ് കാണും. അപ്പം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാർക്സിന് എന്ത് ചെയ്യും, ടോട്ടൽ മാർക്സ് ഇഫ് ദ മാർക്സ് ഗ്രേറ്റർ ദാൻ 90% ആണെങ്കിൽ ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ വേറൊരു വാല്യൂ ആണ്, അല്ലെങ്കിൽ വീണ്ടും കണ്ടീഷനാണ്. അപ്പം അങ്ങനെ പോസിബിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ടിങ് ആക്ഷൻസ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിൾസ് ആണ് ഡിസിഷൻ ടേബിൾസ് ഉള്ളത്. ദിസ് ഈസ് യൂസ് ടു കൺവേ ദി ലോജിക് ടു ദി ഫെലോ ഡെവലപ്പേഴ്സ്. It contains 3 parts: condition step, action step and rules. Condition step എന്താണ്, ലിസ്റ്റ് കണ്ടീഷൻ relevant to decision. കണ്ടീഷൻ എന്താണ്, കണ്ടീഷനാണ് കണ്ടീഷൻ സ്റ്റെപ്പിൽ കൊടുക്കുക. ആക്ഷൻ എന്താണ്, that result from a given set of condition. Okay. Rules എന്താണ്, which actions are to be followed for a given set of conditions. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ആക്ഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. Okay, condition step we can see in the next slide. Condition step. Okay, condition step ഇതാണ്. ഇത് കണ്ടീഷൻ എൻട്രീസ് ആണ്, ഇത് ആക്ഷൻ എൻട്രീസ് ആണ്, ആക്ഷൻ സ്റ്റെപ്പ് ആണ്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും ആക്ഷൻ സ്റ്റെപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടാവുക. നോക്കി കുറച്ച് മനസ്സിലാവും. ദിസ് ഈസ് ഡിസിഷൻ ടേബിൾ.
ഒരു എക്സാമ്പിൾ ഫോർ എ പേറോൾ എക്സാമ്പിൾ we have the decision table. Payroll example decision table. Okay, employee type ഇപ്പോൾ എസും എച്ചും കൊടുത്തിട്ടുണ്ട്. 2 types employees കൊടുത്തിട്ടുണ്ട്. എസ് എംപ്ലോയീസ് ആൻഡ് എച്ച് എംപ്ലോയീസ്. ഓക്കെ, നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇഫ് ദി എംപ്ലോയി ടൈപ്പ് ഈസ് എസ് ആൻഡ് ദി നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡ് ഈസ് ലെസ് ദാൻ 40, അപ്പോൾ ഇത് കണ്ടീഷൻ സ്റ്റെപ്പുകളാണ്, ഇത് റൂൾസ് ആണ്, ഇത് ആക്ഷൻ ആണ്, ഇത് ആക്ഷൻ എൻട്രീസ്. തൊട്ട് മുമ്പ് സ്ലൈഡ് നോക്കുക നിങ്ങൾ. കണ്ടീഷൻ സ്റ്റെപ്പുകൾ, കണ്ടീഷൻ എൻട്രീസ്, ആക്ഷൻ എൻട്രീസ്, ആക്ഷൻ സ്റ്റെപ്പ്. കണ്ടീഷൻ സ്റ്റെപ്പിനകത്ത് കണ്ടീഷൻ കൊടുക്കും, കണ്ടീഷൻ എൻട്രീസിനകത്ത് അതിൻ്റെ റൂൾസ് കൊടുക്കും, ചെയ്യേണ്ട ആക്ഷൻ എൻട്രീസ് കൊടുക്കും, ആക്ഷൻ എൻട്രീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യേണ്ട ആക്ഷൻ സ്റ്റെപ്പ് കൊടുക്കും. So this is condition step, rules, condition, action entries, action steps. Okay, employee type എന്താണ്? Employee type, if it is yes and hours worked is less than 40, then ഇവിടെ എൻട്രി ഉണ്ടല്ലേ, ഈ എൻട്രി ഇവിടെ എൻട്രി ഉണ്ടെങ്കിൽ it means that pay basic salary. ഓക്കെ, അതുപോലെ ഇതെന്താണ്? ഇപ്പോൾ പാർട്ട് ടൈം എംപ്ലോയീസ് ആണെങ്കിൽ എച്ച് ആണ് എംപ്ലോയീസ്, ലെസ് ദാൻ 40 ആണ്, അവേഴ്സിങ്കിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ എൻട്രി കാൽക്കുലേറ്റ് അവർലി വേജ്. എന്താണ്? എച്ച് എംപ്ലോയി ടൈപ്പ് എച്ച് ആണ്, ലെസ് ദാൻ 40 ആണ്, എന്താണ്? പ്രൊഡ്യൂസ് ആബ്സെൻസ് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ രണ്ട് കാര്യം ചെയ്യാൻ. ഒന്ന് അവർലി വേജ് കണ്ടുപിടിക്കണം, അതുപോലെ ആബ്സെൻസ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കറസ്പോണ്ടിങ് എൻട്രി റൂൾ കറസ്പോണ്ടിങ് ആയിട്ട് വി നീഡ് 2 ആക്ഷൻ സ്റ്റെപ്സ്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെയാണ് വി ആർ റൈറ്റിംഗ് ദ ഡിസിഷൻ ടേബിൾസ്. ഇതെന്താണ്? എംപ്ലോയി ടൈപ്പ് എച്ച് ആണ്, 40 മണിക്കൂറിന് മുകളിൽ വർക്ക് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവർലി വേജ് കണ്ടുപിടിക്കണം. ദെൻ ഓവർ ടൈം എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ഓവർ ടൈം. അതായത് 40 hours ആണ് വർക്ക് ചെയ്തതെങ്കിൽ 40 hours ആണെങ്കിൽ എന്താണ്? ഇതുണ്ട്. ഇപ്പോൾ ഈക്വൽ ടു 40 ആണെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? അവർലി വേജ് മാത്രമേ ഉള്ളൂ. 40 മുകളിലാണെങ്കിൽ അവർലി വേജും കിട്ടും, പിന്നെ എക്സ്ട്രാ വർക്ക് ചെയ്തതിൻ്റെ ഓവർ ടൈം കിട്ടും. പിന്നെ രണ്ട് എൻട്രീസ് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് different path for logic calculation. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ എച്ചിൻ്റെ വാല്യൂ, if the value of h is less than 40, we need to find out 2 things. അപ്പോൾ കാൽക്കുലേറ്റ് അവർലി വേജസ് എന്താണ്? ഇതിൻ്റെ വാല്യൂ എന്താണോ, ദിസ് വാല്യൂ ഹാസ് ടു ബി ഫൗണ്ട് ഔട്ട് ആൻഡ് ദി വേജ് ഹാസ് ടു ബി ഫൗണ്ട്. അതായത് 30 മണിക്കൂറാണെങ്കിൽ 30 മണിക്കൂറിൻ്റെ പൈസ കണ്ടുപിടിക്കണം, പിന്നെ ബാക്കി 10 മണിക്കൂർ ആബ്സെൻ്റ് ആണെന്നുള്ള റിപ്പോർട്ട് ഉണ്ടാക്കണം. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ, ദീസ് റൂൾസ് ആർ ട്രൂ, then we have to do these things. As we have to calculate hourly wage, then we have to produce the absent report. Okay, ഇവിടെ എന്താ ചെയ്യേണ്ടത്? എംപ്ലോയി ടൈപ്പ് എച്ച് ആണ്, അവേഴ്സ് വർക്ക്ഡ് 40 മുകളിലാണെങ്കിൽ അവർലി വേജ് കണ്ടുപിടിക്കണം ആദ്യം, 40 മണിക്കൂറിനുള്ളത്. പിന്നെന്താണ്? 40 മണിക്കൂറിന് മുകളിലുള്ള ഓവർ ടൈമിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ഡിസിഷൻ ടേബിൾ എന്നുള്ളത്. സോ ദിസ് ടേബിൾ ഈസ് യൂസ്ഡ് ബൈ ദി സിസ്റ്റം അനലിസ്റ്റ് ടു കൺവേ ദി ലോജിക് ടു ദി അതർ ടീം മെമ്പേഴ്സ്. ഈ സെയിം തിങ് ഒരു ഡിസിഷൻ ട്രീ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ, ദർ ഈസ് സംതിങ് കോൾഡ് ഡിസിഷൻ ട്രീ. 7ാമത്തെ ചാർട്ടാണ് ഡിസിഷൻ ട്രീ എന്നുള്ളത്. It's a network type chart which describes logical rules showing all of the actions that results from various combination of conditions. Same logical ആണ്, അതായത് സെയിം പർപ്പസ് തന്നെയാണ് ആസ് ഓഫ് ദി ഡിസിഷൻ ടേബിൾ. 100 കിലോവാട്ടിന് താഴെയാണെങ്കിൽ മിനിമം ചാർജ് കൊടുത്താൽ മതി. 100 മുകളിലാണെങ്കിൽ ഷെഡ്യൂൾ എ പ്രകാരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് ആദ്യം ഉള്ള കണ്ടീഷൻ ഉണ്ട്. റേറ്റിംഗ് എന്താണ്? റേറ്റിംഗ് ഫിക്സഡ് ആണോ വേരിയബിൾ ടൈപ്പ് ആണോ? ഫിക്സഡ് ടൈപ്പിനകത്ത് വീണ്ടും 2 കണ്ടീഷൻസ് ഉണ്ട്.
വേരിയബിൾ ടൈപ്പിൽ വീണ്ടും രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഇതൊരു മൾട്ടി ബ്രാഞ്ചിങ് ഇഫ് പോലെയാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ആ ലോജിക്ക് കൺവേ ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ഡിസിഷൻ ടേബിൾ ഓർ വി ക്യാൻ യൂസ് എ ഡിസിഷൻ ട്രീ. ഇത് വേറെ എക്സാമ്പിളാണ്. ഇൻകം റേഞ്ച് ഓഫ് ആപ്ലിക്കൻ്റ് $30 കുറവാണെങ്കിൽ ഇവിടെ ചെയ്തു, ഇവിടെ അല്ലെങ്കിൽ 30-70 ഇടയ്ക്കാണെങ്കിൽ ഇത് ചെയ്തു, 70 മുകളിലാണെങ്കിൽ ഇത് ചെയ്തു. ഒരു മൾട്ടിപ്പിൾ ഇഫിൻ്റെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്, ഓരോ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ ആണ് ചെയ്യേണ്ടത്, വിച്ച് ഓൾ റൂൾസ് ഓർ വിച്ച് ഓൾ ആക്ഷൻ സ്റ്റെപ്സ് ഹാസ് ടു ബി ഡൺ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അഗെയിൻ സെയിം തിങ് ആണ് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ്. സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ് എന്നുള്ളത് എന്താണ്, നമ്മുടെ ലോജിക്ക് നമ്മൾ യൂസിങ് സ്യൂഡോ കോഡ്സ് എഴുതുന്നതാണ് ലോജിക് എന്നുള്ളത്. നമ്മൾ അൽഗോരിതം എഴുതുന്ന പോലെ അതിനേക്കാൾ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട്, അതായത് ലൂപ്പ് ത്രൂ ഈച്ച് നമ്പർ ഇൻ ദി ലിസ്റ്റ്. അപ്പോൾ അൽഗോരിതമാണെങ്കിൽ നമ്മൾ ഇതുപോലെ എന്താണ് ഓരോ ലൂപ്പും പ്രത്യേകം എഴുതില്ല. അൽഗോരിതമാണെങ്കിൽ നമ്മൾ എന്താണ് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഫൈൻഡ് ഔട്ട് ദി റിവേഴ്സ് ഓഫ് ദി നമ്പർ. ഇവിടെ എന്താ ചെയ്യും, ഇവിടെ ചെയ്യുന്നതാണ് ഇതിപ്പോൾ ലൂപ്പ് ത്രൂ ഈച്ച് നമ്പർ ഇൻ ദി ലിസ്റ്റ് ആഡ് ഈച്ച് നമ്പർ ടോട്ടൽ. അപ്പോൾ ഓരോ ലൂപ്പിനകത്ത് ചെയ്യുന്ന പ്രക്രിയ കൂടി ഇതിനകത്ത് എന്തുണ്ട്, എൻട്രി ഉണ്ട്. അൽഗോരിതമാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ഓഫ് നമ്പേഴ്സ് ഇൻ ദി ലിസ്റ്റ് എന്ന് പറയുള്ളൂ. ഇതാണെങ്കിൽ ഹൗ ടു ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ ഇത് ബൈ ലുക്കിംഗ് അറ്റ് ദിസ് വി ക്യാൻ സിംപ്ലി യൂസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു ഇംപ്ലിമെന്റ് ദിസ് ലോജിക്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഇതിപ്പോൾ ഒരു ലാംഗ്വേജ് അല്ല, ഇത് ഇംഗ്ലീഷ് വേർഡ്സ് ആണ്, പക്ഷേ ബൈ യൂസിങ് എനി ലാംഗ്വേജ് വി ക്യാൻ ജസ്റ്റ് റീറൈറ്റ് ദിസ് ലോജിക് ടു ദി ബൈ ഫോളോയിങ് ദി സിൻടാക്സ് ഓഫ് ദാറ്റ് ലാംഗ്വേജ്. ഓക്കെ. Now we have a chart called Gantt chart. Gantt chart എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം ഡെവലപ്മെൻറ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ചാർട്ടാണ് Gantt ചാർട്ട് എന്നുള്ളത്. പ്രോജക്റ്റ് മാനേജ് ചെയ്യാനായിട്ട്, അത് പ്രോജക്റ്റിൻ്റെ ഓരോ ഷെഡ്യൂളും കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ടാണ്. സോ പ്രോജക്ട്സ് കൺസിസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺസ്. അതായത് ആദ്യം എന്ത് വേണം, സ്റ്റഡി ഫേസ് ഉണ്ടാവും. സ്റ്റഡി ഫേസിനകത്ത് തന്നെ വീണ്ടും വീണ്ടും കുറേ സബ്ഡിവിഷൻ ഉണ്ടാവും, സിസ്റ്റം അനാലിസിസ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും, ക്വസ്റ്റ്യനെയർ ഉണ്ടാവും, അതൊക്കെ ചെയ്യേണ്ട സമയങ്ങളുണ്ടാവും. സോ സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഇപ്പോൾ ഒരു 1 month നീണ്ട പ്രൊജക്റ്റ് ആണെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് വീക്ക് വാട്ട് ഓൾ തിങ്സ് ഹാസ് ടു ബി ഡൺ. അപ്പോൾ പ്രോജക്റ്റ് പ്ലാൻ ഈസ് ദി ഷെഡ്യൂൾ ഓഫ് മൈൽ സ്റ്റോൺസ് ഓവർ ദി ഡ്യൂറേഷൻ ഓഫ് ദി പ്രോജക്റ്റ്. സോ വി ഹാവ് എ പ്രോജക്റ്റ് പ്ലാൻ. പ്രോജക്റ്റ് പ്ലാൻ ഉണ്ടാവും. ചാർട്ട്സ് റെപ്രസെൻറ്റ് പ്രോഗ്രസ് റിപ്പോർട്ട് ഓഫ് പ്രോജക്റ്റ് ഓർ ലാക്ക് ഓഫ് പ്രോഗ്രസ്. ഓരോ സമയത്തും ചെയ്യേണ്ടിയിരുന്ന വർക്കുകളുടെ പ്രോഗ്രസ്സും അല്ലെങ്കിൽ അത്രയും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് Gantt ചാർട്ട് എന്നുള്ളത്. ഇത്രയുള്ളൂ. അതായത് ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിയുമ്പോൾ വി വിൽ സെറ്റ് ടാർഗറ്റ് ആസ് 1 or 2 months. ഇപ്പോൾ 2 മാസമാണ് ഒരു പ്രൊജക്റ്റിൻ്റെ കാലാവധിയെങ്കിൽ അതിനകത്ത് ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് സ്റ്റഡി ഫേസ് പൂർത്തിയാക്കണം, പിന്നത്തെ 1 ആഴ്ച കൊണ്ട് ഡിസൈനിങ് പൂർത്തിയാക്കണം, പിന്നത്തെ 3 ആഴ്ച കൊണ്ട് ഡെവലപ്മെൻറ്റ് പൂർത്തിയാക്കണം, പിന്നത്തെ ആഴ്ച കൊണ്ട് ടെസ്റ്റിംഗ് പൂർത്തിയാക്കണം. അങ്ങനെ ഡിഫറെൻറ്റ് മൈൽ സ്റ്റോൺസ് വിൽ ബി സെറ്റ് ബൈ ദി സിസ്റ്റം അനലിസ്റ്റ്. അപ്പോൾ ഓരോ മൈൽ സ്റ്റോണിൻ്റെ സമയം എത്തി കഴിയുമ്പോൾ വി ക്യാൻ ക്രിയേറ്റ് ചാർട്ട്സ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് വെദർ ദാറ്റ് പ്രോസസ് ഈസ് ഫിനിഷ്ഡ് ഓർ ഇറ്റ് ഈസ് ലാക്കിംഗ്. അതാണ് ഇപ്പോൾ ഹൊറിസോണ്ടൽ ബാർ ചാർട്ട്സ് ആർ യൂസ് ഫോർ റെപ്രസെൻറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ പ്രോജക്റ്റിനകത്ത് 5 ടാസ്ക് ഉണ്ടായിരുന്നു. ഈ ടാസ്കുകളുടെ പ്രോഗ്രസ്സാണ് കാണിക്കുന്നത്. ഇപ്പോൾ ടാസ്ക് 2, ഓക്കെ, ടാസ്ക് 2 ഒക്കെ മനസ്സിലാവും, ഇത്രയും ബാക്കിയുണ്ട്. അതായത് ഈ സമയത്ത് ഇത്രയും ആവേണ്ടിയിരുന്നതാണ്, ബട്ട് ഇറ്റ് ഈസ് കുറച്ച് കുറവാണ്. ഇവിടെ നോക്കാം എന്താണ്, ഇത് ഈ സമയത്ത് ഇത്ര എത്തിയാൽ മതിയായിരുന്നു, പക്ഷെ എന്താണ് ഇത് കുറച്ച് കൂടുതലായിട്ട്, ടാസ്ക് 5 കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇവിടെ ഈ സമയത്ത് ഈ സമയത്ത് ഇവിടെ എത്തേണ്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റഡ് അൺഫിനിഷ്ഡ്. ഇതുപോലെ ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് they do comparisons. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളൊരു ഫിഗറാണ്. are used to schedule the major events of a project and to record actual progress in completing those events.
ഓക്കെ. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് പീരീഡ് ഇപ്പോൾ 5ാമത്തെ ആഴ്ച ആയിരുന്നെങ്കിൽ ഈ ടാസ്ക് ഓൾറെഡി ഓവറായി, ഇത് ഓവറായി, ഇത് ഓവറായി, ഇത് പൂർത്തിയാവേണ്ട സമയമായിരുന്നു. പക്ഷെ എന്താണ്, ആക്ടിവിറ്റി 4 ഈസ് ബിറ്റ് ലാഗിങ്. ഓക്കെ. ബട്ട് ആക്ടിവിറ്റി 5 ഈസ് എന്താണ്, ബിറ്റ് മോർ ഓവർ, കൂടുതലായിട്ടുണ്ട്. ഈ സമയത്ത് ഇത് തുടങ്ങേണ്ട സമയമെല്ലാം തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ഓരോ ആക്ടിവിറ്റി എന്താണെന്ന് നേരത്തെ ഡിഫൈൻ ചെയ്യാനുണ്ടാവും. ദിസ് ആക്ടിവിറ്റി സമയം അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് പൂർത്തിയാവേണ്ടത്, അങ്ങനെ ഒരു പ്ലാനിങ് ആണ് ഇത്. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രൊജക്ട് പ്ലാൻ. അപ്പോൾ ഈ പ്രൊജക്ട് പ്ലാനിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അത് പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചാർട്ട് വരയ്ക്കുന്നത്. ഓക്കെ. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഗാൻ ചാർട്ടാണ്. ഇത് the different tasks or the activities are written here. അതിന് കറസ്പോണ്ടിങ് ഓരോ മാസത്തെയും പ്രോഗ്രസ് കാണിച്ചിട്ടുണ്ട്. Then there is something called cost reporting. Cost must be reported along with the project status. അപ്പോൾ എന്തുമാത്രം പ്രോജക്റ്റ് പ്ലാനിനകത്ത് കോസ്റ്റോട് പ്ലാൻ ചെയ്യണം. ഹൗ മച്ച് കോസ്റ്റ് ഈസ് ടു ബി will be incurred in each phase. അപ്പോൾ കോസ്റ്റ് റിപ്പോർട്ടിംഗ് കൂടി ഒരു കൺസെപ്റ്റ് കൂടിയുണ്ട്. സോ ദി കോസ്റ്റ് ആർ റിപ്പോർട്ടഡ്. അതിനകത്ത് കോസ്റ്റ് ഇൻഡെക്സ്, ഓരോ ഫേസിനകത്തുള്ള കോസ്റ്റ് ഇൻഡെക്സ് CI is equal to ആക്ച്വൽ കോസ്റ്റ് ബൈ പ്ലാൻ കോസ്റ്റ്. ഇപ്പോൾ ആദ്യത്തെ മാസം ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളുടെ പ്ലാൻ നമ്മൾ കണ്ടു. ആ സമയത്ത് ചിലവാക്കേണ്ട എമൗണ്ട് പ്ലാനിനകത്തുണ്ട്. അതാണ് പ്ലാൻഡ് കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് ബൈ പ്ലാൻഡ് കോസ്റ്റ്. ഓക്കെ. അത് ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് ഇൻഡെക്സ് ഫാക്ടർ കിട്ടും. അച്ചീവ്മെൻറ്റ് ഇൻഡെക്സ്, ആക്ച്വൽ അച്ചീവ്മെൻറ്റ് ബൈ പ്ലാൻഡ് അച്ചീവ്മെൻറ്റ്. ഓക്കെ. അത് നമുക്ക് ആ ചാർട്ടിനകത്ത് കിട്ടും. ഈ പറഞ്ഞ പോലെ ഈ ഇത്രയും ഫേസിനകത്ത് അല്ലെങ്കിൽ ആ ടൈമിനകത്ത് എന്തുമാത്രം അച്ചീവ്മെൻറ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേഷ്യോ ആണെന്ത്, അച്ചീവ്മെൻറ്റ് ഇൻഡെക്സ്. ഇനി സ്റ്റാറ്റസ് ഓഫ് ദി പ്രൊജക്റ്റ്, അതെന്താണ്, AI/CI. ആ ഒരു റേഷ്യോ അവരൊരു കാൽക്കുലേഷൻ ടൈമാണ് സ്റ്റാറ്റസ് ഇൻഡെക്സ് എന്നുള്ളത്. ഇറ്റ് ഇസ് റേഷ്യോ ഓഫ് AI ആൻഡ് CI. ആ ഇൻഡെക്സ് എന്താണ്, ഇൻഡെക്സ് 0.9 to 1.1 ആണെങ്കിൽ ഇത് നോർമൽ റേഞ്ചാണ്. 1.1 ഈ റേഞ്ചിലേക്ക് ആണെങ്കിൽ ഇതാണ് മാനേജ്മെൻറ്റ് അറ്റൻഷൻ റിക്വയർഡ്. അതായത് the management has to, the supervisor has to supervise the project bit more because it is not in the normal range. അതായത് ഒന്നുകിൽ സ്ലോ അല്ലെങ്കിൽ ഫാസ്റ്റ് അല്ലേ. 1.19 1.3 ആണെങ്കിലും അല്ലെങ്കിൽ താഴേക്കാണെങ്കിലും ദ മാനേജ്മെന്റ് ഹാസ് ടു ഇന്റർവീൻ. പിന്നെന്താണ്, ഇതിനേക്കാളും മുകളിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഇതിനേക്കാളൊക്കെ വാല്യൂസ് നല്ല റേഞ്ചിൽ മാറി പോവുകയാണെങ്കിൽ some action has to be taken by the management to rectify ചെയ്യാനുള്ള കുറച്ച് ആക്ഷൻസ് എടുക്കേണ്ടി വരും. ഇതൊരു മെഷറിംഗ് ഫാക്ടറാണ്. കോസ്റ്റ് ഇൻഡെക്സ്, അച്ചീവ്മെൻറ്റ് ഇൻഡെക്സ് ആൻഡ് റേഷ്യോ ഓഫ് ദിസ് ഇൻഡെക്സ്. ഓക്കെ. സോ വി ഹാവ് സീൻ ദീസ് മച്ച് തിങ്സ്: ബാർ ചാർട്ട്, ഓക്കെ, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, സ്റ്റെപ്പ് ചാർട്ട്, ഗ്രിഡ് ചാർട്ട്. Okay. So we have seen this much of things. So in the next video we will be seeing the remaining second part, that is DFD. So in this tools for structure cell we have covered charting techniques only. So next will be DFD. Okay. Thank you.